മീറ്റിംഗിലേക്ക് കടത്തില്ല എന്ന് പറഞ്ഞോ? അവർ കോൺഗ്രസുകാരാണ്, അവർ ലീഗുകാരാണ്, അവർ ഫാഷിസ്റ്റുകളല്ല, അവർ സംഘപരിവാറുകാരല്ല. ആ ബോധ്യമാണ് അങ്ങനെ പറയാതിരിക്കുന്നതിന് പ്രചോദനമായത്. എന്നാൽ അതുപോലെയാണോ ഒരു സംഘപരിവാറുകാരനെ, ഒരു RSSകാരനെ, ABVPയുടെ നേതാവിനെ, സെമസ്റ്റർ പോലും കിട്ടാത്ത നേതാവിനെ ഗവർണർ, ചാൻസലർ എന്നുള്ള നിലയിൽ നോമിനേറ്റ് ചെയ്തതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയില്ല? അങ്ങനെയാണോ അതിനെ വിശേഷിപ്പിക്കേണ്ടത്? എല്ലാ സർവകലാശാലകളും RSSകാർക്ക് തീരെഴുതി കൊടുക്കാനാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ജൂദാസിനെ RSSും സംഘപരിവാറും ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്, നമുക്ക് സാധിക്കാത്തത്? ഒരു കോൺഗ്രസുകാരനെ നോമിനേറ്റ് ചെയ്യുന്നത് പോലെയാണോ ഒരു സംഘപരിവാറുകാരനെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ കാണേണ്ടത്? ഒരു ലീഗ് പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യുന്നത് പോലെയാണോ RSSകാരനായ, BJPക്കാരനായ ഒരാളെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പരിഗണിക്കേണ്ടത്? ഇതാണ് ഞാൻ പറഞ്ഞത്. കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJPയെ കാണുന്നത് കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളാണ് ഇതൊക്കെ. അതിൽ നിന്ന് നമുക്ക് പുറത്തു പോരാൻ വേണ്ടി സാധിക്കണം. ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യം സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ ജനാധിപത്യവും സെക്യുലറിസവും സംരക്ഷിക്കാൻ എല്ലാം മാറ്റപ്പെടുകയാണ്. സ്ഥലനാമങ്ങൾ മാറ്റുന്നു. അലിഗഡിന്റെ പേര് മാറ്റി ഹരിനഗറാക്കാൻ വേണ്ടി പോകുന്നു. ഫൈസാബാദിന്റെ പേര് മാറ്റി അയോധ്യയാക്കി. മുഗൾ സറായ് റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റി ദീൻദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷൻ എന്നാക്കി. അഹമ്മദാബാദിന്റെ പേര് മാറ്റി. അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലുള്ള പ്രദേശങ്ങളുടെയും പേരുകൾ മാറ്റുന്നു. ഈ പേര് മാറ്റാൻ വലിയ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? ഇങ്ങനെ പോയാൽ ഈ നാട് എവിടെ എത്തും? ഇന്ത്യയുടെ ബഹുസ്വരത തകർന്നാൽ, ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് ക്ഷീണം സംഭവിച്ചാൽ ആർക്കാണ് അതിന്റെ നഷ്ടം? ഈ രാജ്യത്തിനാകും അതിന്റെ നഷ്ടം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. വിശ്വാസമാണ് 100%. 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 The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.